ില്ലാത്തതുകൊണ്ട് അനാഥമായി കിടക്കുന്ന അരുവിക്കര ഡാം. പക്ഷെ കാണാനാണെങ്കിൽ പറ്റിയൊരു സമയം കൂടെയാണ്. അധികം തിരക്കില്ലാത്തതും എന്നാലും കാഴ്ചകൾ ആസ്വദിക്കാനും പറ്റിയൊരു സമയം. പക്ഷെ നല്ല കലങ്ങല് വെള്ളമായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ കൗതുകമാരെ കണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തിനാണ് ഇങ്ങനെ രണ്ട് ബിൽഡിംഗ് കെട്ടിയിരിക്കുന്നത് അറിയത്തില്ല. ആർക്ക് വേണ്ടിയാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയെന്നൊരു പിടിയില്ല. ഇവിടെയുണ്ട് അവിടെയുണ്ട്. എന്തെങ്കിലും എന്ത് പർപ്പസ് എന്ന് അറിയാൻ ജസ്റ്റ് കമൻറ്റ് പറഞ്ഞു. ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാമെങ്കിൽ ഇത് പറഞ്ഞു തരണം. പക്ഷെ ഇപ്പോൾ അവർ ക്ലോസ് ചെയ്തിരിക്കണം. അന്നൊക്കെ ഓപ്പൺ ചെയ്തിട്ടിരുന്നു. എന്താണെങ്കിലും അരുവിക്കര വരുമ്പോൾ ബാക്ക് സൈഡിലൊക്കെ ഈ സ്ഥലം വരുന്നത് അത് അരുവിക്കര വെള്ളം കൊണ്ടുപോകുന്ന ആ ഒരു ടണലാണ്. വെള്ളം കൊണ്ടുപോകുന്ന ഒരു പാലമാണ്. പക്ഷേ ഞാൻ ഒരിക്കൽ സമയത്ത് ഇവിടെ നിറച്ചും വെള്ളമായിരുന്നു. കാര്യം ഇവിടെ നിൽക്കാൻ പറ്റുന്ന അത്രയ്ക്ക് വെള്ളമായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ കാണുന്നൊരു വ്യൂ ടവറാണ്. വന്നിരുന്ന് കുറച്ച് നേരം സമാധാനമായിട്ട് ഇരുന്ന് നല്ലൊരു കാഴ്ചയെ കാണാൻ പറ്റിയൊരു വ്യൂ ടവറാണ് ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും അതൊരു സംഭവമാണെന്ന് പറയാൻ പറ്റില്ല. അരുവിക്കര വരുന്ന ആൾക്കാർ ഉറപ്പായിട്ട് മിസ് ചെയ്യരുത് ഇങ്ങനൊരു സ്ഥലം. പക്ഷേ അത്യാവശ്യം കുറച്ച് കാട് പിടിച്ച് കിടക്കണം എന്നുള്ള ഒരു പ്രശ്നം മാറ്റി വെച്ച് കഴിഞ്ഞാൽ സംഭവം സൂപ്പറാണ്. ഇവിടെ കൽമണ്ഡപവും മറ്റുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കൽമണ്ഡപമല്ല കേട്ടോ, കണ്ടല്ലോ ഇവിടുത്തെ കറക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും മറ്റുള്ള കാര്യം ഞാൻ കമൻറ്റിൽ കൊടുത്തിക്കാം. അരുവിക്കര ഡാം എന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. തിരുവനന്തപുരത്ത് നിന്ന് 15 കിലോമീറ്റർ, കാട്ടാക്കട നിന്ന് 10 കിലോമീറ്ററാണ് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. സമാധാനമായി ഇരിക്കുക. പക്ഷേ ഇവിടെ വന്ന സമയത്ത് ഞാൻ കണ്ടപ്പം ഇതാ കണ്ടായിരുന്നോ, അത് കൊക്കല്ല, വേറെന്തോ ടൈപ്പാണ്. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. അത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നി. അതിൻ്റെ ചുണ്ടൊക്കെ ഒരുപാട് നീളമുണ്ട്. അങ്ങനെ ഈ സ്ഥലത്ത് വരും